ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈലാസ് ക്രിയേറ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തേങ്ങാ പുളിങ്കറിയാണ്. അതിലേക്ക് ഞാൻ ഒരമുറി തേങ്ങ ഇവിടെ തിരുവി വെച്ചിട്ടുണ്ട്. അതിൽ ചേർക്കാനായിട്ട് ഒരു 1/4 സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഉലുവപ്പൊടി 1/4 സ്പൂണിൽ താഴെ മതി. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി. ഇതിലേക്ക് ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കടുക് വറക്കാൻ ആവശ്യമായ വറ്റൽമുളക്, ചെറിയ ഉള്ളി. ഇനി നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടാനുണ്ട്. നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികളും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ പൊടികളും ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ ഇത് അരഞ്ഞെടുക്കണം. എന്നാലേ കറിക്കൊരു ടേസ്റ്റ് കാണുകയുള്ളൂ. മുരിങ്ങയില ചേർത്തത് കൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും ഉപ്പും ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ചേർക്കുമ്പോൾ കൂടിപ്പോരുത് കേട്ടോ. പുളിയും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ആവശ്യത്തിനേ ചേർക്കാവുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. ഉപ്പ് കൂടിപ്പോരുത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് കടുക് വറക്കാനായിട്ടൊരു പാനെടുത്ത് അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതൊന്ന് മൂത്ത് വരണം. അതായത് ഉള്ളിയും ഈ വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത്, ഒരു ഇളം ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മുരിങ്ങയില ചേർത്ത് ഈ മുരിങ്ങയില നല്ലതുപോലെ എണ്ണയിൽ കിടന്നൊന്ന് വാടി വരണം. അതിൻ്റെ ആ മുരിങ്ങയിലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം. അതായത് ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ട് ഇളക്കി നമുക്ക് ആ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാവണം. അതായത് തിളച്ച് പോരുത്. തിള വരുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് പകർന്നു വെക്കാം. മറ്റ് കറികളൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല സ്വാദുള്ള കറിയാണ്, ഹെൽത്തിയുമാണ് ഈ കറി. താങ്ക്സ് ഫോർ വാച്ചിങ്.